ലോകത്ത് പലയിടത്തും പലതരം ബ്യൂട്ടി സ്റ്റാൻഡേർഡുകളാണുള്ളത്. അതിൽ പലതും ചിലർക്ക് വിചിത്രമായി തോന്നിയേക്കാം. അത്തരത്തിൽ ലോകത്ത് നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില പെയിൻഫുള്ളായിട്ടുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മ്യാൻമറിലെ ഒരു ഗോത്രവിഭാഗം ഇപ്പോഴും പിന്തുടരുന്ന ഒരു രീതിയാണ് നെക്രിങ്. മ്യാൻമർ കൂടാതെ കെനിയയിലെ ചില ഗോത്രവിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള രീതികൾ കാണാനാകും. ചെറുപ്പം തൊട്ട് തന്നെ, അതായത് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തൊട്ടേ ഇത്തരം നെക്രിങ്ങുകൾ ധരിപ്പിച്ചാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. ചെറുപ്പം തൊട്ടേ ഇത് ഇടുന്നത് കൊണ്ട് തന്നെ വലുതാകുമ്പോഴേക്കും അതിനോട് അവർ പൊരുത്തപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു പെൺകുട്ടി വളരുന്നതിനനുസരിച്ച് കഴുത്തിലെ റിങ്ങുകളുടെ എണ്ണവും കൂടിക്കൂടി വരും. എന്നാൽ ഇത് അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും ഏറെയാണ്. ഇത്തരത്തിൽ റിങ്ങുകൾ തുടർച്ചയായി കഴുത്തിൽ ഇടുന്നത് കഴുത്തിലെ ഞരമ്പിനെയും മസിൽസിനെയുമെല്ലാം ഇത് സാരമായി ബാധിക്കുന്നു. ഇതൊരു ബ്യൂട്ടി സ്റ്റാൻഡേർഡായി പറയുന്നുണ്ടെങ്കിലും പണ്ടുകാലത്ത് കാട്ടുമൃഗങ്ങൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി എന്ന രീതിയിലാണ് ഈ ഒരു കൾച്ചർ ഇത്തരം ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായി വന്നത്. എന്തായാലും മ്യാൻമറിലെ ഈ ഒരു രീതി കാണാനായി നിരവധി ടൂറിസ്റ്റുകളാണ് ദിവസം തോറും ഇവിടെ എത്തിച്ചേരുന്നത്. ആഫ്രിക്കയിലെ മാംഗബറ്റു വിഭാഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ബ്യൂട്ടി സിംബലാണ് സ്കൾ എലിഗേഷൻ. ലെപ്പോംബോ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രക്രിയ ചെറുപ്പം തൊട്ടാണ് ആരംഭിക്കുന്നത്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമന്യേ നടത്തി വന്നിരുന്ന ഒരു രീതിയായിരുന്നു സ്കൾ എലിഗേഷൻ. ഒരു കുട്ടി ജനിച്ച് വെറും 1 മാസമായി കഴിയുമ്പോൾ തുണി ഉപയോഗിച്ച് ഈ കുട്ടിയുടെ തലയിൽ വട്ടത്തിലായി മുറുക്കി കെട്ടിവെക്കുന്നു. കുട്ടിക്ക് ഒരു 2 വയസ്സ് ആകുമ്പോഴേക്കും ആ ഒരു ഓവൽ ഷേപ്പിലേക്ക് കുട്ടിയുടെ തലയൊട്ടിയും മാറിക്കഴിഞ്ഞിരിക്കും. ആ 2 വർഷക്കാലം ഈ ഒരു കുട്ടി എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് പറയാൻ പോലും കഴിയാതെ ഈ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി വേദന അനുഭവിച്ച നിരവധി കുട്ടികളെ നമുക്ക് ചരിത്രത്തിൽ കാണാനാകും. ബുദ്ധിയുടെയും പ്രൗഢിയുടെയും ഒക്കെ ഒരു സിംബലായിട്ടാണ് ഈ ഒരു രീതിയെ അവർ കൊണ്ടു നടന്നിരുന്നത്. എന്നാൽ ഇതിലെ മറ്റൊരു കാര്യം എന്തെന്നാൽ, ഇത് ചിലപ്പോൾ വിചാരിച്ച പോലെ വന്നില്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ തലയൊട്ടി മറ്റൊരു വികൃത രൂപത്തിലേക്ക് മാറാനുള്ള സാധ്യതയും ഏറെയാണ്. മാത്രമല്ല, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ തല ചെറുപ്പം തൊട്ട് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കെട്ടുന്നതും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. എന്നാൽ ഈ ഒരു വിചിത്രമായ കൾച്ചർ കാലങ്ങൾ കൊണ്ട് പിന്നീട് ഇല്ലാതായി. ഇന്ന് നിലവിൽ ആരും തന്നെ ആഫ്രിക്കയിൽ ഇത്തരത്തിലുള്ളൊരു കൾച്ചർ പിന്തുടരുന്നുമില്ല. ആഫ്രിക്കൻ ഗോത്രങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന മറ്റൊരു കൾച്ചറാണ് ടീത്ത് ഷാർപ്പനിങ്. അതായത് പല്ലുകൾ ഒരു പ്രത്യേക തരത്തിൽ ഷേപ്പ് ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇത്തരത്തിൽ പല്ലുകൾ ഷാർപ്പ് ചെയ്യുന്നത് സ്ട്രെങ്ത്തിൻ്റെ സിംബലായും അതുപോലെ തന്നെ ട്രൈബൽ ഐഡൻറ്റിറ്റി ആയിട്ടൊക്കെയാണ് അവർ കണക്കാക്കുന്നത്. കൂടാതെ ഈ ഗോത്രത്തിലെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന സമയത്തും ഇത് ചെയ്യാറുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം ഇത് അത്ര കുഴപ്പമില്ല, സിമ്പിളായ ഒരു കാര്യമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. കത്തിയും മറ്റു പല ഉപകരണങ്ങളുമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ഒരു രീതി വളരെ പെയിൻഫുള്ളായ ഒന്നാണ്. ഇപ്പോഴും ആഫ്രിക്കയിൽ പല ഗോത്രങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്തു വരുന്നുമുണ്ട്. അതിൽ പലർക്കും പലതരം കാരണങ്ങളാണുള്ളത്. ചിലരിത് ഭംഗിയുടെ അടയാളമായി കണക്കാക്കുന്നു. മറ്റു ചിലർ മൃഗങ്ങളെപ്പോലെ ഇത്തരത്തിൽ പല്ലുകളാക്കുന്നത് ഒരു പവറിൻ്റെ അടയാളമായും കണക്കാക്കുന്നു. എന്തായാലും ഇന്നും ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങളിൽ പോയാൽ ഇത്തരം പല്ലുകൾ നമുക്ക് കാണാനാകും. മധ്യകാലഘട്ടങ്ങളിൽ യൂറോപ്പിലെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രമാണ് കോഴ്സെറ്റ്. എന്നാൽ ഇത്രയധികം അപകടകരമായ ഒരു വസ്ത്രം ഇല്ലെന്നു തന്നെ പറയാം. അന്നത്തെ യൂറോപ്പിലെ ഒരു സ്ത്രീ സങ്കല്പം എന്നത് അര നന്നായി ഒതുങ്ങി നല്ല ഷേപ്പ് ഉണ്ടായിരിക്കണം എന്നതായിരുന്നു. ആദ്യകാല സർപ്പദേവതകളുടെ ഒരു പ്രതിമയിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് വന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. 1500കളിലാണ് ഈ ഒരു വസ്ത്രധാരണം യൂറോപ്പിലാകെ പടർന്നു പിടിക്കുന്നത്. എന്നാൽ ഈ കോർസെറ്റ് വരുന്നതിന് മുൻപ് സ്ത്രീകൾ നല്ല ഇറക്കത്തിലുള്ള ലൂസായ ഉടുപ്പുകളാണ് ധരിച്ചിരുന്നത്. പിന്നീട് ഈ ഒരു വസ്ത്രം വന്നതോടെ എല്ലാവരും അതിലേക്ക് മാറി. തിമിംഗലത്തിൻ്റെ അസ്ഥി കൊണ്ടും മറ്റു പല മെറ്റീരിയലുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരുന്നത്. പ്രധാനമായും വയറും അരക്കെട്ടും മെലിഞ്ഞതായിരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇത് സ്ത്രീകൾക്കുണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു. ഇത് ധരിച്ചുകൊണ്ട് ഒന്ന് മര്യാദയ്ക്ക് ശ്വാസം വിടാൻ പോലും അന്നത്തെ സ്ത്രീകൾക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വസ്ത്രം ധരിച്ച് കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും സ്ത്രീകൾ വളരെ ക്ഷീണിതരായി മാറാനും ഇത് കാരണമാകുന്നു. ചില സന്ദർഭങ്ങളിൽ വാരിയലുകൾക്ക് വരെ ഡാമേജ് ഉണ്ടാകാനും ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ സ്കിന്നിനും ഇത് വളരെ ദോഷമായി ബാധിക്കുന്നു. കൂടാതെ സ്ത്രീകൾക്ക് മിസ്കാരേജും റീപ്രൊഡക്ഷൻ പ്രോബ്ലംസുമൊക്കെ ഇതുമൂലം ഉണ്ടാകാറുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ വസ്ത്രമിട്ട് ശ്വാസം മുട്ടി പല സ്ത്രീകളും മരണപ്പെട്ടതായി പോലും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്.
എന്തായാലും ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ് ഈ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് യൂറോപ്പിൽ മാറാൻ തുടങ്ങിയത്. യുദ്ധം മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും അതിനൊരു കാരണമായിട്ടുണ്ടെന്ന് പറയാം. ടോക്സിക് സ്കിൻ വൈറ്റനിങ്. ഒരു കാലത്ത് നന്നായി വെളുത്ത് കടലാസ് പോലെ ഇരിക്കുക എന്ന ഒരു കോൺസെപ്റ്റ് യൂറോപ്പുകാർക്കിടയിൽ നിലനിന്നിരുന്നു. ഒരു പ്രഥമ വനിത അല്ലെങ്കിൽ സമ്പന്ന വനിത എന്ന രീതിയിൽ തങ്ങളെ സ്വയം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് സ്ത്രീകൾ ഇത്തരത്തിൽ സ്കിൻ ടോൺ മാറ്റിയിരുന്നത്. അതായത് ഒരു സാധാരണക്കാരിയുടെ സ്കിൻ സ്വാഭാവികമായും വെയിലത്തൊക്കെ ജോലിയെടുക്കുന്നത് കൊണ്ട് ടാൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സാധാരണക്കാരല്ല എന്ന് കാണിക്കാൻ കൂടി വേണ്ടിയാണ് അന്നത്തെ യൂറോപ്പിലെ സമ്പന്ന സ്ത്രീകൾ ഇത്തരത്തിൽ സ്കിൻ ടോൺ മാറ്റിയിരുന്നത്. എന്നാൽ ഇതിനായി അവർ ഉപയോഗിച്ചിരുന്നതാവട്ടെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് ആയിരുന്നു, വെനറ്റിയൻ സിറസ്. അതായത് വൈറ്റ് ലഡും വിനിഗറും ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയാണ് സ്ത്രീകൾ മുഖത്ത് പുരട്ടിയിരുന്നത്. ഈ ഒരു പേസ്റ്റ് മുഖത്ത് തേച്ചാൽ ഏതൊരു സ്ത്രീയും വെളുത്ത് പാറുക തന്നെ ചെയ്യും. അതായത് ആദ്യ യൂസിൽ തന്നെ നല്ല ഒരു റിസൾട്ടും ഇത് തരുമായിരുന്നു. നല്ല കടലാസ് പോലെ വെളുത്ത് ഒരു പ്രത്യേകതരം ഗ്ലോ തന്നെ മുഖത്തിന് ഇതുമൂലം കിട്ടുമായിരുന്നു. പൊതുവെ വൈറ്റ് സ്കിൻ ടോണുള്ള യൂറോപ്യൻസ് എന്തിനാണ് ഇങ്ങനെ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് കൊണ്ടു നടന്നിരുന്നതെന്ന് പോലും ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഈ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് സ്കിന്നിനും പല്ലിനും ആന്തരിക അവയവങ്ങൾക്ക് പോലും വളരെയേറെ ദോഷകരമായ ഒന്നുകൂടിയായിരുന്നു. ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിരുന്ന എലിസബത്ത് മരിച്ചത് ഇതിൻ്റെ ഉപയോഗം മൂലമാണെന്നും പറയപ്പെടുന്നു. എലിസബത്തിനെ കൂടാതെ നിരവധി പേർ ഇതുമൂലം മരണപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പുരാതന ഈജിപ്തിൽ നിലനിന്നിരുന്ന ഒരു രീതിയാണ് ഹെയർ റിമൂവൽ. ശരീരത്തിലെയും തലയിലെയുമെല്ലാം മുടി റിമൂവ് ചെയ്യുന്ന ഒരു കൾച്ചറാണിത്. വൃത്തിക്കും ഭംഗിക്കും അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാൻഡേർഡിനുമൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിൽ ഹെയർ റിമൂവൽ അവർ നടത്തിയിരുന്നത്. ചരിത്രത്തിലെ തന്നെ ഒരു വേദനാജനകമായ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അതായത് പലതരം മെത്തേഡുകൾ അവർ ഇതിനായി ഉപയോഗപ്പെടുത്തിയിരുന്നു. തേനും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചാണ് ശരീരത്തിലെ ഹെയർ ഇവർ റിമൂവ് ചെയ്തിരുന്നത്. തലയിലെ മുടികളാണെങ്കിൽ ഓരോന്നും കത്തിവെച്ച് പിഴുത് എടുക്കുകയായിരുന്നു പതിവ്. ഇത്തരത്തിൽ മുടി തലയിൽ നിന്നും പിഴുതെടുക്കുന്നത് വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു രീതിയായിരുന്നു. പിന്നീട് ഈ പിഴുതെടുത്ത മുടിയെല്ലാം ഉപയോഗിച്ച് വിഗും ഈജിപ്തുകാർ നിർമ്മിച്ചിരുന്നു. പേനിൽ നിന്നുള്ള രക്ഷയ്ക്കായും അവിടുത്തെ കാലാവസ്ഥയും കൊണ്ടാണ് പുരാതന ഈജിപ്തുകാർ മുടികൾ പിഴുതെടുത്ത് പകരം വിഗ് ഉപയോഗിച്ചിരുന്നത്. ഹൈ ഫോർഹെഡ്. മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൽ നെറ്റി കൂടുതലുള്ളത് ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ നെറ്റിക്കായി ഫ്രണ്ടിലെ മുടി പിഴുതെടുക്കുകയോ ഷേവ് ചെയ്യുകയോ ആണ് സ്ത്രീകൾ ചെയ്തിരുന്നത്. പിന്നീട് ഈ ഭാഗത്ത് മുടി വളരാതിരിക്കാനായി സൂചി ചൂടാക്കി കരിയിച്ചു കളയുന്ന ഒരു രീതിയും യൂറോപ്യൻ സ്ത്രീകൾക്കിടയിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുരികവും കൺപീലികളുമൊക്കെ റിമൂവ് ചെയ്യുന്നതും ഭംഗിയുടെ ഒരു അടയാളമായി അവർ കണക്കാക്കിയിരുന്നു. ജപ്പാനിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു വിചിത്രമായ ബ്യൂട്ടി സ്റ്റാൻഡേർഡാണ് ഒബഗുറോ അഥവാ ബ്ലാക്ക് ടീത്ത്. സ്ത്രീകൾ പല്ലുകൾ കറുപ്പ് കളറാക്കുന്നത് അവരുടെ ഭംഗി വർദ്ധിക്കുന്നുണ്ടെന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഈ കൾച്ചർ ഉണ്ടാകുന്നത്. കൂടുതലായും മെച്യൂരിറ്റിയായ അതായത് വിവാഹം കഴിഞ്ഞ ജാപ്പനീസ് സ്ത്രീകളാണ് ഈ ഒരു രീതി കൂടുതലായും പിന്തുടർന്നു പോന്നിരുന്നത്. പലതരം വെജിറ്റബിൾസ്, തേയില, വിനിഗർ, റൈസ് വൈൻ, അയൺ എന്നിവയെല്ലാം മിക്സ് ചെയ്ത് ഒരു ലിക്വിഡ് രൂപത്തിലാക്കി അത് പല്ലിൽ തേക്കുകയാണ് പതിവ്. ജപ്പാനിലെ സാമുറായി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ഒരു കൾച്ചർ കൂടുതലായും പ്രാക്ടീസ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് 1870 ജാപ്പനീസ് ഗവൺമെന്റ് ഈ ഒരു ട്രഡീഷൻ ബാൻ ചെയ്തതോടെ ഇത് ജപ്പാനിൽ നിന്നും അപ്രത്യക്ഷമായി. ചൈനയിൽ നിലനിന്നിരുന്ന മറ്റൊരു ക്രൂരമായ ബ്യൂട്ടി കൾച്ചറായിരുന്നു ഫുഡ് പെയിന്റിംഗ്. അക്കാലത്തൊക്കെ ചൈനയിൽ ചെറിയ കാൽപാദമുള്ള സ്ത്രീകളെയായിരുന്നു പൊതുവെ പുരുഷന്മാർക്ക് താല്പര്യം. അതിൻ്റെ ഭാഗമായി അന്ന് സ്ത്രീകൾ ചെറുപ്പത്തിൽ തന്നെ കാലുകൾ വരിഞ്ഞു മുറുക്കി കെട്ടി ചെറിയ ചെരുപ്പുകൾ ധരിക്കുമായിരുന്നു. ആദ്യകാലത്തൊക്കെ സോങ് സാമ്രാജ്യത്തിലെ കൊട്ടാരം നർത്തകിമാരാണ് ഇത്തരം കുഞ്ഞി ചെരുപ്പുകൾ ഉപയോഗിച്ചിരുന്നത്. അതോടെ കാലുകൾ ചെറുതാക്കുക എന്നത് സ്ത്രീകളുടെ സൗന്ദര്യത്തിൻ്റെ ഒരു അടയാളമായി മാറി. തുടർന്ന് സമ്പന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾ ഈ ഒരു രീതി പിന്തുടരാൻ തുടങ്ങിയതോടെ സാധാരണക്കാരിലേക്കും ഇത് എത്തിത്തുടങ്ങി. അതായത് കാലുകൾ തുണി കൊണ്ട് നന്നായി വരിഞ്ഞു മുറുക്കിക്കെട്ടി ചെറിയ ചെരുപ്പുകൾ ധരിച്ചാണ് ഇവർ ഈ കാലുകൾ ഇത്തരത്തിൽ ആക്കി മാറ്റുന്നത്. എന്നാൽ വളരെയേറെ വേദനാജനകമായ അതുപോലെ തന്നെ സ്ത്രീകളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആചാരമായിട്ടാണിത് കണക്കാക്കുന്നത്. ഇപ്പോഴും ചൈനയിൽ ഈ ഒരു ആചാരത്തിൻ്റെ ബാക്കിപത്രമായ നിരവധി സ്ത്രീകളെ നമുക്കവിടെ കാണാനാകും.
ലോകത്തിലെ ഇത്തരത്തിലുള്ള വിചിത്രവും ക്രൂരവുമായ ബ്യൂട്ടി സ്റ്റാൻഡേർഡുകളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇതിലേറ്റവും വിചിത്രമായി തോന്നിയതേതെന്ന് കമൻറ്റ് ചെയ്യൂ.